നമ്മൾ ഈ രണ്ട് ജാഥകളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും LDFന്റെ വികസന മുന്നേറ്റ ജാഥ ജാഥകൾ 3 തരത്തിലുള്ള ജാഥകളാണ്. അത് ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. VD സതീശന്റെ പുതുയുഗ യാത്ര ഇപ്പോൾ എറണാകുളത്ത് എത്തി അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ രണ്ട് ജാഥകളെക്കുറിച്ചും പലതരത്തിലുള്ള ചർച്ചകളുണ്ട്. പ്രത്യേകിച്ചും LDFന്റെ ഈ ജാഥകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്ന ചില വിമർശനങ്ങളുണ്ട്. ഈ ജാഥ വേണ്ട വിധം ഏറ്റില്ല എന്നുള്ളത്. പ്രത്യേകിച്ചും 3 തരത്തിൽ ഈ ജാഥകൾ ഭിന്നിച്ചു പോയി, സ്പ്ലിറ്റായി പോയി. അതുകൊണ്ട് അത്തരത്തിൽ ആ ഒരു പ്രാധാന്യം വന്നില്ല എന്ന് പറയുമ്പോൾ VD സതീശന്റെ പുതുയുഗ യാത്ര വലിയ തരത്തിൽ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുന്നുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ജില്ലകളിൽ എത്തുമ്പോഴും ഓരോ വിഷയങ്ങളിൽ അതിൽ വാർത്താ പ്രാധാന്യം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം VD സതീശന്റെ സ്വന്തം മണ്ഡലമായ പറവൂരിൽ എത്തിയപ്പോൾ VD സതീശൻ വിതുമ്പിയതടക്കം ഈ യാത്രയ്ക്ക് വലിയ മൈലേജ് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും എനിക്കൊപ്പം സുജിത് ചന്ദ്രനും ആസിഫ് മുഹമ്മദും കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് ഒപ്പം ഉണ്ട്. ആദ്യം സുജിത്തിലേക്കാണ്. സുജിത്ത്, എന്തായാലും ഞാൻ ആദ്യം സുജിത്ത് എന്തായാലും LDFന്റെയും UDFന്റെയും ഈ ജാഥകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ മാത്രം പറയാം. അതായത് ഈ VD സതീശന്റെ ഈ ഒരു പുതുയുഗ യാത്ര എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പുള്ള പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണ തന്ത്രമൊക്കെ ആയിരുന്നു LDF നടത്തിയിരുന്നത്. അതിന് സമാനമായിട്ട് VD എന്നുള്ള 2 അക്ഷരത്തിലേക്ക് UDF എത്തുന്നു, കോൺഗ്രസ് എത്തുന്നതിന് സമാനമായിട്ടുള്ള ഒരു മൈലേജ് VD സതീശൻ ഈ ഒരു പുതുയുഗ യാത്രയിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറം മറ്റ് പല വിഷയങ്ങളും അവിടെ ചർച്ചയാവുന്നുണ്ട്. മറുവശത്ത് LDFന്റെ ഈ 3 ജാഥകളും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പറഞ്ഞതുപോലെ വേണ്ട വിധം മൈലേജ് ലഭിച്ചില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ സ്പ്ലിറ്റായി പോയി, ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ജനങ്ങൾ എത്തിയില്ല, ഒഴിഞ്ഞ കസേരകളായിരുന്നു എന്നതടക്കമുള്ള വിമർശനം ഉയരുന്നുണ്ട്. അപ്പോൾ എന്താണ് സുജിത്തിന് തോന്നുന്നത്? സ്വാതി പറഞ്ഞ ആദ്യ ഭാഗത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാര്യം VD സതീശന് വലിയ തോതിൽ ഈ ജാഥ മൈലേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. UDFന്റെ സംഘടനാ ശരീരത്തെ, സംവിധാനത്തെ ഭയങ്കരമായിട്ട് ഉണർത്താൻ ഈ ജാഥയ്ക്ക് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല രമേശ് ചെന്നിത്തലയും അതേപോലെ KC വേണുഗോപാലും അടക്കമുള്ള ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് UDF സംവിധാനങ്ങൾ വിശ്വസിക്കുന്ന, സ്വയം ഗ്രൂപ്പ് മാനേജർമാരും വിശേഷിപ്പിക്കുന്ന നേതാക്കന്മാരെ നിഷ്പ്രഭരാക്കാൻ തീർച്ചയായിട്ടും ഇതിന് പറ്റിയിട്ടുണ്ട്. VD സതീശൻ ജാഥ തുടങ്ങിയപ്പം മുതൽ കണക്ക് കൂട്ടിയിട്ടാണ് സംസാരിച്ചിരുന്നത്. സ്വാതി പറഞ്ഞതുപോലെ തന്നെ ജാഥയുടെ ക്യാപ്റ്റൻസിയും ജാഥയുടെ ജനപങ്കാളിത്തവും മാത്രമല്ല, ജാഥയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ പ്രസ്താവനകൾ വരുന്നുണ്ട്. അതിപ്പോൾ NSSനെതിരെയാണെങ്കിലും, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെതിരെയാണെങ്കിലും, അനുകൂലമായിട്ടാണെങ്കിലും എതിരായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ പൊതുവെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ ഈ ജാഥയെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പ്രൈം ടൈമുകളുടെ സമയത്ത് വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ആ വാർത്താ സമ്മേളനം ക്യാരി ചെയ്യത്തക്ക രീതിയിലുള്ള വാർത്താ വിന്യാസം അന്നത്തെ ദിവസം അവർ ഉറപ്പുവരുത്തി അത് മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനിയും അടുക്കളയിൽ കപ്പ തിന്നാനോ മറ്റോ ഒക്കെ KC ഒന്നും കയറി അത്തരം കാര്യങ്ങൾ ഉണ്ടായി വന്നിട്ടില്ല എങ്കിൽ UDFന്റെ ക്യാപ്റ്റൻ ഞാനാണ് എന്നുള്ള തരത്തിൽ VD സതീശൻ ഈ ജാഥയെ സ്വന്തം പേരിലേക്ക് ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ LDFന്റെ ജാഥ പറഞ്ഞ പോലെ 3ആയിട്ട് സ്പ്ലിറ്റായിട്ടാണ് ഇത്തവണ നടത്തുന്നത്. അവർക്ക് അങ്ങനെ പതിവില്ലാത്തതാണ്. ചില ഘട്ടങ്ങളിലൊക്കെ തെക്കൻ മേഖലാ ജാഥ, വടക്കൻ മേഖലാ ജാഥ എന്ന് 2 ജാഥകളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ LDF നടത്തിയ ജാഥകൾ, അല്ലെങ്കിൽ CPM നടത്തിയ ജാഥകളെന്ന് ഓർത്ത് നോക്കും. ഇപ്പോൾ ജനമുന്നേറ്റ യാത്ര ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ട്. 90കളുടെ പകുതിയിൽ നടത്തിയ MA കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അവതരിപ്പിച്ച ആ വലിയ ക്യാമ്പയിനായിരുന്നു അത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ നടത്തിയ എന്തായിരുന്നു അതിൻ്റെ ജനകീയ പ്രതിരോധ യാത്ര. ഇതൊക്കെ മനുഷ്യരുടെ മനസ്സിലുണ്ട്. പക്ഷേ അത്തരം ക്രൗഡ് പുള്ളിങ് കപ്പാസിറ്റിയുള്ള ലീഡേഴ്സ് അല്ല ഈ ജാഥ ഇത്തവണ നയിച്ചത്. 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു പോയി. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ 3 ജാഥകളുള്ളത് കൊണ്ട് തന്നെ കുറേ സ്വീകരണ കേന്ദ്രങ്ങൾ ഇതിനു വേണ്ടി വരും. ഞാൻ കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ജാഥയെ വഴിയിൽ വെച്ച് കണ്ടത്. 2 ആഴ്ച മുമ്പ് ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ. അത് ചെങ്ങന്നൂരായിരുന്നു സ്വീകരണമുണ്ട്, തിരുവല്ലയിൽ സ്വീകരണമുണ്ട്, കോട്ടയത്ത് സ്വീകരണമുണ്ട്, ചങ്ങനാശ്ശേരിയിൽ സ്വീകരണമുണ്ട്. ഇവിടെയൊക്കെയായിട്ട് ഈ ആളുകൾ വിഭജിച്ച് പോയത് കൊണ്ട് ഒരു പക്ഷേ അതിൻ്റെ നേരത്തെ എങ്ങനെയാണ് ഒരു ജില്ലാ കേന്ദ്രങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ സ്വീകരണം വലിയ ഹ്യൂജായിട്ട് LDFന്റെ സംഘടനാ സംവിധാനത്തിൽ അവിടെ ആൾ വരും. ഇങ്ങനെ ഒരു ദിവസം തന്നെ പല കേന്ദ്രങ്ങളിൽ സ്വീകരണമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ ആളുകൾ വിഭജിച്ച് പോയത്. 2, UDFനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ
ഒട്ടൊരു പ്രഭ കുറഞ്ഞ യാത്രയാണ് ഇത്തവണ LDF നടത്തിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. അതുതന്നെയാണ് സുജിത്ത്. നമുക്ക് ആസിഫിലേക്ക് കൂടെ വരാം. ആസിഫ്, ഇപ്പോൾ സുജിത്ത് പറഞ്ഞത് ഏകദേശം പൂർണ്ണമായും ശരിയായ കാര്യമാണ്. എന്നാൽ മറ്റൊരു വശത്ത് നോക്കുകയാണെങ്കിൽ ഈ പുതുയുഗ യാത്രയിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വി.ഡി. സതീശൻ ഈ ഒരു യാത്ര തുടങ്ങുന്ന സമയത്ത് ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആരും അങ്ങനെ വിസ്മയിക്കത്തക്ക തരത്തിൽ ആരും കോൺഗ്രസിലേക്ക് വന്നു ചേർന്നൊന്നുമില്ല. ഇനി പ്രേംകുമാർ ചേരും എന്ന് പറയുന്നു, അത് തീരുമാനമായിട്ടില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരുപാട് ഡ്രീം പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കും ഈ ഒരു യാത്രയ്ക്ക് മുൻപ് എന്ന് പറഞ്ഞു. അത്തരം ഒരു കാര്യങ്ങളും പദ്ധതികളും ഒന്നും വി.ഡി. സതീശൻ എവിടെയും അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഓരോ പ്രാദേശിക വിഷയങ്ങൾ അവിടെയൊക്കെ എത്തി സംസാരിച്ചു എന്നുള്ളതാണ്. പിന്നെ കുറ്റ്യാടിയിൽ നമ്മൾ കണ്ടു, ഒരുപാട് വലിയ വിഷയമായതാണ് അവിടുത്തെ നേതാക്കളുടെ ഉന്തും തള്ളുമൊക്കെ. അതൊക്കെ ഈ ഒരു പുതുയുഗ യാത്രയുടെ ശോഭ കെടുത്തും എന്ന് പറഞ്ഞു. പക്ഷേ അത് വേണ്ടത്ര അങ്ങോട്ട് ആ ശോഭ കെടുത്തുന്ന തരത്തിലേക്ക് പോയില്ല എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉയർന്നു. എന്നാൽ LDFന്റെ ജാഥയിൽ ഒരുപാട് ഇപ്പോൾ പറഞ്ഞതുപോലെ ആളുകൾ ഇല്ല എന്ന് പറയുന്നു. 3 സ്ഥലങ്ങളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ജാഥ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലേക്കും ആളുകൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരം സമ്മേളനങ്ങളും സ്വീകരണങ്ങളും ഒക്കെ നടത്താൻ സാധിക്കുന്നത് കൊണ്ട് ആളുകളുടെ ഒരു കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് ആ ഭാഗത്തു നിന്നും അവരുടെ ഒരു ന്യായീകരണമായി പറയുന്നത്. അപ്പോൾ ആസിഫിന് എന്താണ് തോന്നുന്നത്? വി.ഡി. സതീശൻ്റെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളെണ്ണത്തിൽ സ്വാഭാവികമായിട്ടും UDF നടത്തി വരുന്ന ജാഥകൾക്ക് പലപ്പോഴും ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ വിട്ടു നിൽക്കുന്നു, അവരുടെ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ വിട്ടു നിൽക്കുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് സംബന്ധിച്ചോളം അധികാരം ലഭിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് ഒരു തരത്തിലുമുള്ള കാര്യങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത്തവണയും കൂടി അധികാരമില്ലെങ്കിൽ ഈ പാർട്ടി തന്നെ തകർന്നു പോകുമെന്ന് വലിയ ആശങ്ക കോൺഗ്രസിനുണ്ട്, പ്രത്യേക UDFനുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രയെ ആ രീതിയിൽ വലിയ വിജയകരമാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ യാത്രയ്ക്ക് മുമ്പ് തന്നെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അത്തരത്തിലേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ല. ചില മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് തന്നെ അവിടെ പ്രചാരണം നടത്താൻ കഴിയും എന്നുള്ള ഒരു ചിന്തയൊക്കെ കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ അത് സീറ്റ് വിഭജനമോ സീറ്റ് ചർച്ചയോ ഒന്നും ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് പോലും പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ സ്വാഭാവികമായി അത്തരത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അധികാരം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തോന്നൽ UDFന് അപ്പാടെയുണ്ട്. അതുകൊണ്ട് ആ ജാഥയിലേക്ക് വലിയ രീതിയിൽ ആളെ അടക്കം വിന്യസിക്കുന്നു. സീറ്റ് മോഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മണ്ഡലത്തിൽ ഒരു തരത്തിലും ജാഥ പിന്നോട്ട് പോകാൻ പാടില്ല എന്ന് അവർക്ക് കടുത്ത്. ഇപ്പോൾ ആലുവയിലേക്ക് എറണാകുളത്തേക്ക് വന്നപ്പോൾ എറണാകുളം ജില്ലയിലെ മുഴുവൻ MLA മാരും അതിർത്തിയിൽ പോയി സ്വീകരിക്കുന്നു. ഇനി അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാക്കൾ അവിടെ അതിർത്തിയിൽ പോയി സ്വീകരിക്കുന്നു. അവർ ആളുകളെ വലിയ രീതിയിൽ എത്തിക്കുന്നു. ആ രീതിയിലാണ് UDF ആ ഒരു യാത്രയെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് വി.ഡി. സതീശൻ്റെ മാത്രം ഒരു ആവശ്യത്തിൻ്റെ അപ്പുറത്തേക്ക് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന ആളുടെ ആവശ്യം, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമുള്ള ആളുടെ ആവശ്യം, ആ രീതിയിൽ അവിടെ ആളെ എത്തിക്കാൻ കഴിയുന്നുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അത്ര ആ യാത്രയുടെ ശോഭ കെടുത്താൻ തക്കത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ LDFൻ്റെ ജാഥയെ ഞാൻ ആ രീതിയിൽ അതൊരു പരാജയപ്പെട്ട യാത്രയായിട്ട് ഞാൻ കരുതുന്നില്ല. CPI എപ്പോഴും കാർഡടച്ച് വെടിവെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPI. ഇലക്ഷൻ കഴിയുമ്പോൾ ഉടനെ പറയും അത് CPMൻ്റെ കുഴപ്പമാണെന്ന് പറയും. എന്തെങ്കിലും തിരിച്ചറിവുണ്ടായാൽ അങ്ങനെ ഒരു കാർഡടച്ച് വെടിവെക്കുന്ന ഒരു പാർട്ടി മാത്രമായിട്ട് CPI ഈ ഒരു ഘട്ടത്തിൽ അളക്കാൻ കഴിയുള്ളൂ. കാരണം CPM കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ 10-1 പോലും LDFൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് CPI അങ്ങനെ അങ്ങോട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലൊരു പിന്നോട്ട് പോക്കോ പരാജയം ഉണ്ടായാൽ അപ്പോൾ തന്നെ അത് CPMൻ്റെ തലയിലേക്ക് വെക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും CPIയുടെ കാലങ്ങളായിട്ടുള്ള ഒരു കീഴ്വഴക്കമോ അല്ലെങ്കിൽ അവരുടെ ഒരു ആ രീതിയിലാണ് അവരുടെ ഒരു മുന്നോട്ട് പോക്ക് എപ്പോഴും. യാത്ര ഹെഡ് ചെയ്യുന്നത് ബിനോയ് വിശ്വമാണ്. എന്നിട്ടാണ് പറഞ്ഞത്. മാത്രമല്ല അവർ അതിൻ്റെ വിജയകരമായ യാത്രയായിട്ട് വിലയിരുത്തപ്പെടുന്നത് ഈ 3 മധ്യമേഖലാ ജാഥയാണ് കുറച്ചുകൂടി കൂടുതൽ വിജയകരമായി എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യാത്രയിലേക്ക് ആൾ വരുന്നതും CPM CPIയും നേതൃത്വം നൽകുന്ന യാത്രയിലേക്ക് ആൾ വരുന്നതും രണ്ടും രണ്ടാണ്. മാത്രമല്ല ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു ജാഥ നടക്കുമ്പോൾ ആ ജാഥയിലേക്ക് വരുന്ന ആളുകൾ മാത്രമല്ല ആ സംവിധാനത്തെ മുഴുവൻ ചലിപ്പിക്കുകയാണ്. LDF എന്ന് പറയുന്ന സംവിധാനത്തെ മുഴുവൻ ചലിപ്പിക്കും. ആ യാത്രയ്ക്ക് മുമ്പ് സ്ക്വാഡ് വർക്ക് ഉണ്ടാകും. ഇത്ര ആളുകളെ ഓരോ സ്വീകരണ കേന്ദ്രത്തിലേക്കും എത്തിക്കണമെന്നുണ്ടാകും. അതിനുവേണ്ടി പ്രാദേശിക തലത്തിൽ ആളുകളെ ഇറങ്ങി കാണും, അവരോട് സംസാരിക്കും, ഇത്ര കേന്ദ്രങ്ങളിലേക്ക് ആളെ എത്തിക്കണമെന്ന് പറയും. അങ്ങനെ ഓരോ ചെറു പോയിന്റുകളിലേക്കും ആളെ എത്തിക്കാൻ എന്തു വലിയൊരു പ്രവർത്തനമാണ് താഴെത്തട്ട് നടക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ ആ പാർട്ടി സംവിധാനത്തെയും മുന്നണി സംവിധാനത്തെയും വലിയ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം തന്നെയാണ് ഓരോ ജാഥയും. അങ്ങനെ 3 തലത്തിൽ ജാഥ നടന്നതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ജില്ലാ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമസഭാ കേന്ദ്രങ്ങളിലോ മാത്രം നൽകുന്ന സ്വീകരണത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പോയിന്റുകൾ കേന്ദ്രീകരിച്ച് സ്വീകരണം നൽകി. അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ LDFൻ്റെ ജാഥയിൽ ആൾ കുറഞ്ഞതെന്ന് പറയുന്നത് മറ്റൊരു ജാഥയിൽ ഒരു ജില്ലയിൽ ഒരു 6 കേന്ദ്രങ്ങളിൽ സ്വീകരണം കൊടുക്കുമ്പോൾ ഈ ജാഥയിൽ അതിൻ്റെ എത്ര മടങ്ങ് കേന്ദ്രങ്ങളിൽ സ്വീകരണം കൊടുക്കുന്നുണ്ടെന്ന് എന്നുകൊണ്ട് ശരിയാണ്. ഇപ്പോൾ ഈ ഇവരുണ്ടല്ലോ സൈബർ സംഘങ്ങൾ വളരെ പെട്ടെന്ന് സജീവമായത് ഈ യാത്രയ്ക്ക് ശേഷമാണ്.
അതായത് ഈ വലുതായിട്ടൊന്നും വർക്ക് ചെയ്തില്ലെങ്കിലും ഭരണം ഇങ്ങ് പോരുമെന്നുള്ളൊരു രൂപത്തിലായിരുന്നു CPM-ൻ്റെയൊക്കെ ആണെങ്കിലും സൈബർ വിഭാഗം തുടക്കത്തിൽ തന്നെ ഇരുന്നത്. UDF-ൻ്റെ ജാഥയ്ക്ക് VD സതീശൻ്റെ ജാഥയ്ക്ക് ആൾ കൂടുന്നു എന്നൊക്കെ ഉള്ളത് ഒരു കൂടി വന്നപ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് എണ്ണയിട്ട യന്ത്രം പോലെ സ്വിച്ചിട്ട പോലെ CPM-ൻ്റെയും LDF-ൻ്റെയും സൈബർ സംഘടനാ സംവിധാനം വളരെ പെട്ടെന്ന് സജീവമായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടൊന്ന് പ്രഭ കുറഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് വിമർശിക്കാമെങ്കിൽ പോലും അത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരുപാട് കേന്ദ്രങ്ങൾ ഉണ്ടായതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞാൽ ആസിഫിനോട് എനിക്ക് യോജിപ്പ് തന്നെയാണ്. സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ, അതിനെ ഊർജ്ജസ്വലമാക്കാൻ തീർച്ചയായിട്ടും ഈ ജാഥയ്ക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഘടനാ സംവിധാനത്തെ സജീവമാക്കി എടുക്കാനുള്ള ജാഥ മാനേജ്മെൻ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ ജാഥയുടെ ജാഥ മാനേജർ പിന്നെ സ്വരാജായിരുന്നു. അപ്പോൾ ഈ അന്നുണ്ടാകുന്ന വാർത്തകൾ, അതിനോട് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന, രചനാപരമായിട്ടുണ്ടാകുന്ന റെസ്പോൺസുകൾ, അതുവഴി സൃഷ്ടിക്കപ്പെടുന്ന വാർത്താ തലക്കെട്ടുകൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ ഇത്തവണത്തെ ജാഥ പരാജയപ്പെട്ടു. ഒരു പക്ഷേ അതിനൊരു പ്രശ്നമായിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്ന ഒരു ജാഥയാണെങ്കിൽ അതിനുള്ള വാർത്താ പ്രാധാന്യവും അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വത്തിൻ്റെ വാർത്തകൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന സ്പേസ്, VD സതീശന് കൊടുക്കുന്ന സ്പേസ്, ഇതിൽ ആർക്കൊക്കെ ആയിരിക്കും വ്യത്യാസം വരിക? എന്തൊക്കെ പറഞ്ഞാലും ജോസ് കെ മാണി ഒരു വിഷയത്തിൽ എന്ത് പറയുമെന്ന് ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് അറിയേണ്ടതില്ല. ഏത് വിഷയത്തിലും ബിനോയ് വിശ്വം എന്ത് പറയുമെന്നും അറിയേണ്ടതില്ല. പക്ഷേ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അദ്ദേഹം മാത്രം നയിക്കുന്ന ഒരു ജാഥയാണെങ്കിൽ അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിക്കും. ജോസ് കെ മാണിയുടെ യാത്രയ്ക്ക് ഒരു ദിവസം പ്രാധാന്യം കിട്ടി, മൈക്ക് തട്ടിപ്പറിച്ചതിലൂടെ. അല്ല, ഈ ഒരു മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സൈബറിടത്തൊക്കെ ആളുകൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ടിരിക്കുന്ന, അന്ന് പണ്ട് ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ പറയും സൈബറിടത്തൊന്നും വലിയ കാര്യമില്ലെന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഒരു റീൽസിൻ്റെ ഒക്കെ കാലമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലും സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ VD സതീശൻ വരുന്നു. VD സതീശനെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ആളുകൾ എടുത്ത് വേദിയിലേക്ക് കയറ്റുന്നു. VD സതീശൻ വിതുമ്പുന്നു, VD സതീശൻ കരയുന്നു, കുട്ടികളെ തലോടുന്നു. പക്ഷേ അത്തരം ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ഒന്നും തന്നെ അധികമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ MV ഗോവിന്ദൻ്റെയോ അല്ലെങ്കിൽ മറ്റ് LDF നേതാക്കളുടെ ജാഥയിൽ നമുക്ക് അധികം കാണാനായിട്ട് സാധിക്കും. സ്വാതി എന്താന്ന് പറഞ്ഞാൽ ഈ സംഘടനാ രൂപങ്ങൾ തമ്മിലും അതിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ തമ്മിലും പദ്ധതികൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ്. കൃത്യമായിട്ട് മനുഷ്യരെ ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുക, കൃത്യമായിട്ടുള്ള ഇമോഷണൽ മൊമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പരിവേഷത്തിനപ്പുറം റീൽസിലൂടെ രൂപപ്പെടുത്താവുന്ന ഒരു പരിവേഷത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രീതിയിലേക്ക് ഇടതുപക്ഷ സംവിധാനങ്ങൾ പരിപൂർണമായിട്ടും വീണിട്ടില്ല. കുറച്ചൊക്കെ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പോൾ പക്ഷേ അതിലും അത് ഉണ്ടാകാൻ ശ്രമിക്കുന്നിടത്ത് അവർക്ക് ചിലപ്പം പാളിച്ചയും പറ്റും. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് മുദ്രാവാക്യം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം അതിൻ്റെ ഓർഗാനിക് സ്വഭാവത്തോട് അത് ചേരില്ല. അതെങ്ങനെയാണെങ്കിലും ഈ രൂപത്തിൽ പുറത്തു വരും. അല്ലെങ്കിൽ ഒരു മൊയ്തുക്കായോ എന്തായിരുന്നു പിന്നെ പെൻഷൻ വാങ്ങുന്ന അത്തരം പ്രകടനപരതകൾ ഒരു ഇടതുപക്ഷ സംവിധാനത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതൊക്കെ സൈബർ സംഘടന അത്ര തൃപ്തികരമല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കൂടി ഒരു സമയത്ത് വരുന്നത് അല്ലേ? അത് വേറെ പൊളിറ്റിക്സ് ആണ്, അത് വേറെ തന്നെ നമുക്കൊരു ദിവസം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കും. ഇപ്പോൾ നമ്മളിങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ആസിഫിനോട് ചോദിച്ചു, ആസിഫ് നമ്മൾ എന്താ പറയാമെന്ന് പോകുമ്പോൾ ആസിഫ് എന്തായാലും അത് പറഞ്ഞില്ല. ഇത്തരം ജാഥകളുടെ കാലം തന്നെ അവസാനിപ്പിച്ചു എന്നായിരുന്നു ആസിഫിൻ്റെ നേരത്തെയുള്ള അഭിപ്രായം. സൈബർ ഇടത്ത് വോളുകളിലും ഒക്കെയാണ് സൈബർ ജാഥകളുടെയും സൈബർ ക്യാമ്പയിനുകളുടെയും റീലുകളുടെയും കാലമാണിത് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൻ്റെ സംഘടനാ പരിസരത്ത് ഇപ്പോഴും അത്തരം കാര്യങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൂടുതൽ മൈലേജ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇടതുപക്ഷം കുറച്ചും കൂടി ശ്രമിക്കേണ്ടത് എന്നുള്ള ഒരു ആ ഒരു രീതി. പെർസെപ്ഷൻസ് ഡിഫേഴ്സ് എന്ന് പറയും, അതിൻ്റെ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് പലയിടത്തും ഈ ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന ഭരണമാറ്റം അടക്കം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വഴിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എവിടുത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുല്ലപ്പൂ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സമരങ്ങൾ പോലും 15 കൊല്ലമായി. അതെ, അതുപോലും നടന്നത് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെയും മറ്റും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടത്. നേപ്പാളിലെ ഏറ്റവും അവസാനത്തെ പ്രക്ഷോഭം അടക്കം നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണമാറ്റത്തെ പോലും എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയ വഴിയുള്ള ആശയവിനിമയം മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലേക്ക് കൂടി കൂടുതൽ മാറണം. പക്ഷേ അപ്പോഴും ഒരു പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെയൊക്കെ ചലിപ്പിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ആവശ്യമായി തന്നെ വരും. പക്ഷേ ഞാൻ നേരത്തെ സുചിത്രം പറഞ്ഞതോടെ ഒരു വിയോജിപ്പ് പറയുന്നത് ഇടതുപക്ഷത്തും അങ്ങനെ ആളുകൾ തോളിലേറ്റിക്കൊണ്ട് നടന്ന മുദ്രാവാക്യം വിളിയോടുകൂടി സ്റ്റേജിലേക്ക് കൊണ്ടു നടന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു VS അച്യുതാനന്ദൻ. അങ്ങനെയുള്ള അതിന് മുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള നേതാക്കളുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള നേതാക്കളുടെ എണ്ണം ഓർഗാനിക്കായിട്ട് അത് ചിലപ്പോൾ സംഭവിക്കും. പക്ഷേ അതല്ലാതെ ഇപ്പോൾ എടുത്തുകൊണ്ട് വേദിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കോൺഗ്രസിന്റെ ജാഥയിൽ അത് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാനിങ് ഇവിടെ പറ്റില്ല എന്നുള്ളതാണ്. പ്ലാനിങ് പാളിയാൽ അത് വലിയ തരത്തിലുള്ള വീഴ്ചയാവുകയും അതിന് ചിലപ്പോൾ അതിന്
അത്തരം വ്യക്തിപൂജയോട് വഴങ്ങുന്നവരും നേതാക്കളും അല്ല ഇവര്. അല്ല. ശരി, എന്തായാലും കാലം മാറുന്നതിനനുസരിച്ച് ജാഥകളുടെ രീതിയും മാറണോ എന്നുള്ളതും കൂടി ഒരു സമയത്ത് ചോദിക്കുവാണ്. എന്തായാലും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അടിസ്ഥാന മൂല്യങ്ങളോട് കൂടി തന്നെ അവരുടെ ഈ ഒരു പ്രചരണ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്തായാലും ഒരു ജാഥ അവസാനിച്ചു, ഒരു ജാഥ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇതിന്റെ എല്ലാം ആത്യന്തികമായിട്ട് ജനങ്ങളുടെ വിധി തന്നെയാണ് ഫലമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ വോട്ടിനും കട്ടനും ഇവിടെ പൂർണ്ണമാവുകയാണ്.